കുറച്ച് വീഡിയോ കുറവുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ബസ് കയറുന്നതിൻ്റെ വീഡിയോ ഒന്നുമില്ല. എന്താ വെച്ചാൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ നേരെ ബാംഗ്ലൂരേക്ക് സ്ലീപ്പർ ബസ്സിലാണ് പോയത്. അതിൻ്റെ ഫോട്ടോ ആണ് ഫസ്റ്റ് കണ്ടത്. ഫോട്ടോ കാണാൻ മാത്രമേ ഉള്ളൂ ഭാഗ്യമുള്ളൂ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള സമയമില്ലായിരുന്നു. അതിലും എൻ്റെ സ്ഥിരം പല്ലവി എന്നെ നേരം വൈകി. ഞങ്ങളെയും കാത്ത് ബസ് നിന്ന്, അല്ലാണ്ട് എന്ത് ചെയ്യാനാ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ടൗണിലുള്ള കാഴ്ച കേട്ടത്. ബാംഗ്ലൂർ ലോക്കൽ ബസ്സിൽ ഞങ്ങൾ കയറിയിട്ട് അതിൽ കയറി പോകുന്നതിൻ്റെ കാഴ്ചയാണത്. നല്ല ഒരു വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ 3 ആൾ, പിന്നെ വേറൊരുത്തരും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തുകാരനാണ്, ബാംഗ്ലൂരുകാരനാണ്. ഞങ്ങൾ 3 ആൾ കോഴിക്കോട് നിന്ന് വന്നു. ഇപ്പം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവന് ഭയങ്കര ഉറക്കൻ്റെ ആളാവൻ. അങ്ങനെ ഈ കാണുന്നതാണ് ബാംഗ്ലൂർ മറ്റേ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, നന്ദി ഹിൽസ്, അത് തന്നെ. അപ്പോൾ അതുവഴിയൊക്കെയാണ് പോയത്. അങ്ങനെ ഫ്ലവർ മാർക്കറ്റിലെത്തി. വെറൈറ്റി ഐറ്റംസ് ആട്ടോ, ഒരു രക്ഷയില്ല. റോസൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് ഓണത്തിനല്ലാണ്ട് ബാക്കി ദിവസങ്ങൾ ഇത് എന്തിനാണ് പോണതെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഈ പൂവൊക്കെ എന്തിനു വേണ്ടിയിട്ട് അവർ എടുക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെ സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾക്ക് വേണ്ട പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു പോരുന്ന ഇതാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് റിട്ടേൺ കോഴിക്കോടേക്ക്. ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മളെ കേരള വണ്ടി തന്നെയാണ് നമ്മൾ കേരള വണ്ടി തന്നെയാണ് വരുന്നത്. അങ്ങനെ വണ്ടി കയറി തിരിച്ച് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഇതേമാതിരി 2-3 പാടങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങി. തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു. ഒരു ഹരമായിരുന്നു കേട്ടോ ഈ ബാംഗ്ലൂർ പോക്ക്. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ രാത്രി കയറി, ശനി ഞായർ വൈകുന്നേരം തിരിച്ചു. ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ആ വണ്ടീൻ്റെ ബാക്കിൽ കയറി ഇരുന്നിട്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ ഗുണ്ടൽപേട്ട വരെ എത്തിയത്. എന്നിട്ട് അവിടുന്ന് ഒരു കാറിന് തിരിച്ചു പോന്നു.